രചന മുനീറ പൂവി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം. മഴ തകൃതിയായി പെയ്തുകൊണ്ടിരുന്നു. മഴ കാരണം ആരും പുറത്തിറങ്ങാതെ വീടിൻ്റെ ഉള്ളിൽ തന്നെ ചടഞ്ഞിരിപ്പാണ്. ചൂടോടൊരു ഗ്ലാസ് ചായ എടുത്ത് ഉസ്മാനിക്ക ചുണ്ടോട് അടുപ്പിച്ചപ്പോഴാണ് ഒരു വണ്ടി വന്ന് കടയുടെ മുമ്പിൽ നിർത്തിയത്. അവർ 4-5 പേരുണ്ടായിരുന്നു. കൂടുതൽ 2 സ്ത്രീകളുമുണ്ട്. 2 വയസ്സ് തോന്നിക്കുന്ന ഒരു മോനും. ഉസ്മാനിക്ക ചായ ഗ്ലാസ് ടേബിൾ വെച്ചുകൊണ്ട് എണീറ്റു. മഴ അവർക്ക് കുടിക്കാൻ എന്താ വേണ്ടെന്ന് ചോദിച്ച് മനസ്സിലാക്കി അടുക്കളയിലേക്ക് പോയി. പുറകുവശം വീടും മുൻവശം ചായക്കടയുമായതിനാൽ അയാളെ സഹായിക്കാൻ ഭാര്യയും മക്കളും കൂടെ ഉണ്ടാവും. സുബൈദ, 4 ഗ്ലാസ് ചായ എടുക്കണം. 1 ഗ്ലാസ്സിൽ വെള്ളച്ചായ മതി കേട്ടോ, ചൂടാറിയത്. കഴിക്കാൻ സമൂസയും പപ്സും മതി എന്നാ പറഞ്ഞ്. ഇത്തിരി ദൂരെയുള്ള ആൾക്കാരെന്നാ തോന്നണേ. ഭാര്യ സുബൈദയോടത് പറഞ്ഞുകൊണ്ട് ഉസ്മാനിക്ക ചായ ആറ്റാൻ തുടങ്ങി. ഓ, അവിടെ കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കാനാണോ നിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കെട്ടിയെടുത്ത്? അത് കേട്ടപ്പോൾ നാദിറും എല്ലാവരുടെ അടുത്തേക്ക് ചെന്നു. ഉസ്മാനിക്കാൻ്റെ ആദ്യ ഭാര്യയിലെ മോളാണ് നാദിർ. അവൾക്ക് 2 വയസ്സുള്ളപ്പോഴാണ് ഉമ്മ റഹ്മത്ത് മരണപ്പെട്ടത്. കാര്യമായിട്ട് അസുഖമൊന്നും ഇല്ലായിരുന്നു. നെഞ്ചുവേദന രൂപത്തിൽ മരണം അവരെ കൊണ്ടുപോയി. എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങിയാണ് ഉസ്മാനിക്ക 2ാമതൊരു വിവാഹം കഴിച്ച്. ഇളയുമ്മാൻ അവൾക്ക് വല്ലാത്ത പേടിയാണ്. നീ അനക്കെന്താ ചെവിയേക്കില്ലെന്നുണ്ടോ? മൂക്കുമുട്ട മുങ്ങാൻ മാത്രം കുഴപ്പമൊന്നുമില്ലല്ലോ. സുബൈദ, ഇയൊന്നും മുണ്ടാണ്ടിരിക്കണ്ടോ? അവിടെ ആൾക്കാരുണ്ട്. അവർ കേട്ടെന്ത് മോശാന്നറിയണക്ക്. മോളിവിടെ നിന്നോ, ചായ ഉപ്പുണ്ടോളാം. നാദിരയുടെ തലയിൽ തലോടിക്കൊണ്ടാണ് ഉസ്മാനിക്ക പറഞ്ഞത്. ഇതങ്ങോട്ട് വെച്ചു കൊടുക്ക്. ഇത് കൊണ്ടുപോയി വെച്ചു എന്ന് വിചാരിച്ച് അന്നാരും തിന്നാനൊന്നും പോണില്ല. സുബൈദ അത് പറഞ്ഞുകൊണ്ട് സില്ലൂട്ടിൽ അടുക്കി വെച്ച സമൂസയും പബ്സും കുറച്ചെടുത്ത് പ്ലേറ്റിൽ ഇട്ടു. പബ്സിന്റെ പ്ലേറ്റും സമൂസയുടെ പ്ലേറ്റും നാദിരയുടെ 2 കൈയിലും വെച്ചു കൊടുത്തു. കൂട്ടത്തിൽ ഒരു താക്കീതും. ഇതെങ്ങാനും താഴെട്ടാ ഇന്നത്തെ ദിവസം മുഴുവൻ ഞാൻ പട്ടിണിക്കിടും. പേടിയോടെ അവൾ കൊണ്ടുപോയി ഉപ്പാന്റെ കയ്യിൽ കൊടുത്തു. മോളെന്തിനാ ഇത് കൊണ്ടുവന്ന്? ഉപ്പ കൊണ്ടുവരായിരുന്നില്ലേ? അത് സാരല്ലോ ഉപ്പ, അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഉപ്പാൻ അവൾക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഇളയും അവളോട് ചെയ്യുന്നൊന്നും അവൾ ഉപ്പാനോട് പറയാറില്ല. അതൊന്നും താങ്ങാനുള്ള കരുത്ത് ഉപ്പാന്റെ മനസ്സിനില്ല. ഉമ്മാന്റെ മരണശേഷം ഉപ്പാന്റെ മനസ്സ് താളം തെറ്റിയതാണ്. ഉമ്മയില്ലാത്ത അവൾക്ക് ഉപ്പാനെയും കൂടി നഷ്ടപ്പെടുമോ എന്ന ഭയം എപ്പോഴും അവളെ വേട്ടയാടാറുണ്ട്. അവൾ തിരിച്ച് അടുക്കളയിലെത്തി. നിന്ന നിൽപ്പിൽ ഒരു ഗ്ലാസ് ചായ വലിച്ചു കുടിച്ച് ഗ്ലാസ് ചുണ്ടിൽ നിന്ന് എടുത്തപ്പോഴാണ് സുബൈദ കാഴ്ച കണ്ടത്. നാദിറയുടെ ചുരിദാറിന്റെ പുറകുവശം രക്തക്കറ പുരണ്ടു കിടക്കുന്നു. സുബൈദ അവൾ ആകെ നോക്കി. നാദിറൊന്നും അറിഞ്ഞിട്ടേയില്ല. ഉസ്മാനിക്ക വന്നവരോട് സംസാരത്തിലാണ്. മഴ കാരണം കുറച്ചേരം സംസാരിച്ചിട്ടാണ് അവർ ചായ കുടിച്ച് മടങ്ങിയത്. പൈസ കൊടുത്ത് അവർ പോയതും ഉസ്മാനിക്ക കയ്യിലേക്ക് നോക്കി. ഒരുപാട് നാളായി ഇത്രയും പൈസ കയ്യിൽ കിട്ടിയിട്ട്. മഴ കാരണം ആർക്കും പണിയില്ല. തണുപ്പും പിടിച്ച് കയറി വന്ന് ചായ ചോദിക്കുമ്പോൾ എങ്ങനെ കൊടുക്കാതിരിക്കും? പലരും കടം പറഞ്ഞു പോകും. സുബൈദാക്ക് അതൊട്ടും ഇഷ്ടപ്പെടാറില്ല. ആ കാരണം പറഞ്ഞ് ഉസ്മാനിക്ക് എപ്പോഴും വഴക്കാണ്. നാദിറ ഗ്ലാസുകൾ കൊണ്ടുപോയി ഓരോന്നായി കഴുകാൻ തുടങ്ങി. അപ്പോഴാണ് അവൾക്ക് വയറിലൂടെ എന്തോ അസ്വസ്ഥത തോന്നിയത്. കാലിലൂടെ എന്തോ ഒലിച്ചിറങ്ങുന്ന പോലെ. അവൾ കാലിലേക്ക് നോക്കി. നാദിറ! സുബൈദാന്റെ അലർച്ച കേട്ട് അവൾ തല ഉയർത്തി നോക്കി. ഇളയുമ്മ നോക്കിയ ഭാഗത്തേക്ക് അവളുടെ കണ്ണും പാഞ്ഞെത്തി. എന്താ ഇത്? സുബൈദ ചോദിക്കുമ്പോൾ അവൾ തലതാഴ്ത്തി നിന്നു. അതെ, ഞാനിപ്പോൾ ചെറിയ കുട്ടിയിൽ നിന്നും വളർന്നു വലുതായതിൻ്റെ അടയാളം. സുബൈദ ഒരു കൈക്കല തുണി ചീന്തി അവൾക്ക് നേരെ എറിഞ്ഞു കൊടുത്തു. അവളത് കൈനീട്ടി പിടിച്ചു. അല്പസമയം നാദിർ ആലോചിച്ച് നിന്നു. ഇനി ഇതെന്ത് ചെയ്യണമെന്ന് അവൾക്കറിയില്ല. അവൾ ബാത്റൂമിലേക്ക് പോയി. വെറും 13 വയസ്സല്ലേ ആയിട്ടുള്ളൂ. മദ്രസ പാഠപുസ്തകത്തിൽ നിന്നും പഠിച്ചിട്ട് കുറച്ചൊക്കെ അവൾക്ക് അറിയാമെങ്കിലും കൂടുതലായിട്ട് അവൾക്കൊന്നും അറിയില്ല. പറഞ്ഞു കൊടുക്കാൻ ഉമ്മയോ സഹോദരിമാരോ ഇല്ലല്ലോ. ആ തുണി തിരിച്ചു മറിച്ച് നോക്കിക്കൊണ്ട് കുറേ നേരം അതേ നിൽപ്പ് നിന്നു. അവൾക്ക് സങ്കടവും പേടിയും തോന്നി. കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഉസ്മാനെ, മഴ പെയ്തിട്ട് ആകെ സുയിപ്പായരോടാ. കജ്ജിൽ കായൊന്നുമില്ല. 1 ഗ്ലാസ് ചായാട്ടിക്ക. കുമാരേട്ടൻ അത് പറഞ്ഞ് പേപ്പർ നിവർത്തിപ്പിടിച്ച് എന്തോ തിരയുന്നുണ്ട്. തുണി മടക്കി കുത്തി തലയിൽ കൈയും വെച്ച് പാടവരമ്പിലൂടെ ഓടി വരുന്നുണ്ട് ഒരാൾ. ഉസ്മാനിക്കാൻ്റെ ആറ്റി പതപ്പിച്ച ചായ കുടിച്ചില്ലെങ്കിൽ വല്ലാത്ത ഉന്മേഷക്കുറവാണ്. ഉപ്പ കുറേ നേരമായി ബാത്റൂമിൻ്റെ വാതിൽ മുട്ടുന്നു. ഞാൻ എന്താ ചെയ്യുക പടച്ചോനെ? എനിക്കൊന്നും അറിയുന്നില്ലല്ലോ. എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ. നാദിറ വാപ്പൂത്തി പിടിച്ച് കരഞ്ഞു. കൈയും കാലും വിറക്കുന്ന പോലെ ശരീരമാകെ തളർന്നുപോയി. ഇപ്പൊ വീഴുമെന്ന് അവൾക്ക് തോന്നിപ്പോയി. മോളെ നാദി, എത്ര നേരമായി ഉപ്പ വിളിക്കുന്നു? ഈ എന്താ മിണ്ടാത്തത്? ഇപ്പൊ വരാ ഉപ്പ, അവളൊരു പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു. നാദിറ ബാത്റൂമിൽ നിന്ന് പുറത്തു വന്നു. കരഞ്ഞതുകൊണ്ടാവാം കണ്ണ് ചുവന്നിട്ടുണ്ട്. കൺതടം ചീർത്തിട്ടുണ്ട്. അത് ഉപ്പാന്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്ത്
മോൾക്ക് വയ്യേ? ഒന്നുമില്ലപ്പാ എന്ന് പറയുന്നതിനോടൊപ്പം അവൾ കരഞ്ഞു പോയിരുന്നു. എന്തേ ഉപ്പാന്റെ കുട്ടിക്ക് പറ്റിയത്? അത് അവൾ പറയാൻ പ്രയാസപ്പെട്ടു. ഉപ്പാനോട് ഞാൻ എങ്ങനെ പറയൂ റബ്ബേ? ബാത്റൂമിന്റെ വാതിൽക്കിൽ ഇറ്റുവീണ രക്തത്തുള്ളികളിലേക്ക് ഉസ്മാനിക്കാന്റെ കണ്ണുകൾ പോയി. കാര്യം മനസ്സിലാക്കിയ ഉസ്മാനിക്ക അവളെ ചേർത്ത് പിടിച്ചു. അയ്യേ, ഇതിനാണ് ഉപ്പാന്റെ മോള് കരയണ്? ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതല്ലേ? മോൾക്ക് വേണ്ടതെല്ലാം അയാൾ നിറകണ്ണുകളോട് ചെയ്തു കൊടുത്തു. എന്റെ മോള് വളർന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ റബ്ബേ. ഒരു മക്കൾക്ക് ഈ ഗതി വരല്ലേ നാഥ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ നെഞ്ചു പൊട്ടി കരഞ്ഞുപോയി. എന്റെ റഹ്മയുടെ റൂഹെടുത്ത നേരം എന്റെ റൂഹിനെ അങ്ങ് എടുത്തുകൂടായിരുന്നോ റബ്ബേ എന്ന് പറഞ്ഞ് ഉസ്മാനിക്ക വിങ്ങിപ്പൊട്ടി. ശരിക്കും ഉമ്മാന്റെ സാന്നിധ്യം ഇപ്പോഴല്ലേ എന്റെ മോൾക്ക് വേണ്ടത്. ഉമ്മയില്ലാത്ത വേദന അത് പെൺമക്കളെയാ കൂടുതൽ ബാധിക്കുന്നത്. ഉമ്മ എന്നൊരു തേങ്ങയിൽ നാദിറയും പൊട്ടിക്കരഞ്ഞു. ഉപ്പാന്റെ കുട്ടി ഇനി ചായ എടുക്കാനും കൊടുക്കാനും വരണ്ടട്ടോ. ഈ ഇപ്പൊ വലിയ കുട്ടിയായി. ഓ പിന്നെ ഒരു വലിയ കുട്ടി മൂക്ക് മുട്ട തിന്നണ ഈ പണിയെടുക്കേണ്ടി വരും. സുബൈദയുടെ വാക്കുകൾ ഉസ്മാനിക്കാക്ക് മുള്ളുതർക്കം പോലെ വേദനിച്ചു. ഈയെ നല്ലതായിരുന്നെങ്കിലേ നിന്റെ മോൾക്ക് എനിക്ക് ഈ ഗതി വരില്ലായിരുന്നു. ചെകിട് നോക്കിയൊന്ന് കൊടുത്തുകൊണ്ട് ഉസ്മാനിക്ക തുടർന്നു. ഇനി എന്റെ ഒച്ചവിടെ കേൾക്കരുത്. വേണ്ടാന്ന് കരുതിയപ്പോ താലീകരണ ഈ ഉസ്മാനിക്ക കാട തുറന്ന് ചെങ്ങോട്ടെല്ലാരും പോയത്. ആഹാ, ധാര റിയാസോ? എന്നാ വന്ന് ബാംഗ്ലൂരിന്ന്? ഇന്ന് രാവിലെ എത്തിയതേ ഉള്ളൂ. ഉറങ്ങിണീറ്റപ്പോ നിങ്ങളെ ചായ കുടിക്കാൻ വല്ലാത്ത പൂതി, അപ്പൊ ഇങ്ങോട്ട് വെച്ച് പിടിച്ചു. അവനത് പറഞ്ഞു തീരും മുമ്പ് ഉസ്മാനിക്ക ചായ എടുത്ത് കഴിഞ്ഞിരുന്നു. സുബൈദ കണ്ണ് നിറച്ചുകൊണ്ട് തീപ്പാറും പോലെ നാദിറയെ നോക്കി. നാദിറ ചാടിത്തുള്ളി വന്നപ്പോൾ ഉമ്മ കരയുന്നാണ് കണ്ടത്. നാദിറയുടെ അനിയത്തിയാണ് നാദിയ. സുബൈദാന്റെ മോള് നാദിറയുടെ 4 വയസ്സിന് ഇളയതാണ്. നാദിയ അവരെ കൊഞ്ചിക്കുന്നത് കാണുമ്പോൾ നാദിറയുടെ കുഞ്ഞു മനസ്സ് ഇത്തിരി സ്നേഹത്തിന് വേണ്ടി കൊതിക്കാറുണ്ട്. ഉമ്മയുടെ സാന്നിധ്യം അവളും വല്ലാതെ ആഗ്രഹിച്ചു പോകും. എല്ലാം കണ്ടുകൊണ്ട് കണ്ണു നിറക്കാൻ മാത്രമേ അവൾക്ക് കഴിഞ്ഞുള്ളൂ. ബ്രോക്കർ കുഞ്ഞാലിക്ക നാദിറക്ക് കല്യാണാലോചനയുമായി വന്നു. കുഞ്ഞാലിയെ, ഈ ചായക്കട നടത്തുന്ന എന്റെ മോളെ കോൽക്ക് പിടിക്കോ? അവരൊക്കെ വലിയ ആൾക്കാരല്ലേ? ഐ, അതൊന്നും വെച്ച് കാര്യങ്ങൾ ഉസ്മാനെ. പയ്യന് കുട്ടീനെ പറ്റിക്കണോ നോക്കിയാ മതി. അവിടെയും സുബൈദ ഇടങ്കോലിട്ടു. കൊട്ടാരതുല്യമായ വീടും ചെക്കന്റെ ഭംഗിയും കണ്ടപ്പോൾ സ്വന്തം മോൾ നാദിയയ്ക്ക് വേണ്ടി അത് ആലോചിച്ചു. ഈ കല്യാണം നടത്തിയില്ലെങ്കിൽ മോളെയും കൊണ്ട് സുബൈദ ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിയും മുഴക്കി. നാദിറ ഉപ്പാന്റെ കാല് പിടിച്ചു. തനിക്ക് വന്ന കല്യാണാലോചന അനിയത്തി നാദിയയ്ക്ക് വേണ്ടി നടത്തി കൊടുക്കാൻ ആവശ്യപ്പെട്ടു. ഞാൻ ഉപ്പാന്റെ കൂടെ ഇവിടെ നിന്നോളാം, ഉപ്പാക്ക് സഹായത്തിന് ആരെങ്കിലും വേണ്ട ഇവിടെ. അത് പറഞ്ഞുകൊണ്ട് അവൾ റൂമിലേക്ക് ഓടിപ്പോയി. ഉമ്മാന്റെ മുസലയും ഉമ്മ ഓതിരുന്ന ഖുറാനുമാണ് അവൾക്ക് എന്നും ആശ്വാസം. സങ്കടങ്ങളെല്ലാം സുജൂതിൽ കിടന്ന് നാഥനോട് പറഞ്ഞ് കരഞ്ഞു തീർക്കും. കുറെ പെയ്തൊഴിയുമ്പോൾ മനസ്സൊന്ന് ശാന്തമാവും. സുബൈദാന്റെ വീട്ടുകാർ നാദിയുടെ കല്യാണം വളരെ ആർഭാടത്തോടെ നടത്തിക്കൊടുത്തു. നാദിയെ കല്യാണം കഴിപ്പിച്ചു കൊണ്ടുപോയ വീട്. മുറ്റത്തെ കാലുവെക്കാൻ തോന്നില്ല. പളുങ്ക് പോലെ വെട്ടിത്തിളങ്ങുന്ന മുറ്റം. നാദിയ അഹങ്കാരത്തോടെ തന്നെ ആ മുറ്റത്തെ കാലെടുത്ത് വെച്ച്. മുറ്റത്തിന് മാത്രമേ ആ തിളക്കമുള്ളൂ. കരിങ്കല്ലാണ് അവിടുത്തെ ഓരോ മനുഷ്യന്റെയും മനസ്സെന്ന് നാദിയ വൈകിയെറിഞ്ഞ സത്യം. അല്ല ഉസ്മാനെ, അന്റെ മൂത്ത കുട്ടീനെ കെട്ടിക്കണ്ടേ? ചായ മൊത്തി കുടിക്കുന്നതിനോടൊപ്പം കുഞ്ഞാലിക്ക ചോദിച്ചു. ഇജ്ജ് കൊണ്ടുവാ ഓക്ക് പറ്റിയ ഒരാളെ. എന്റെ കുട്ടിക്ക് മുതലൊന്നും വേണ്ട, നല്ല മനസ്സിലായാ മതി. അല്ലെങ്കിലും ഞമ്മക്കും മുതലില്ലല്ലോ. അപ്പൊ പിന്നെ ഉസ്മാനിക്ക പറഞ്ഞു നിർത്തി. ഇജ്ജ് പേടിക്കണ്ട ഉസ്മാനെ, നാളെ തന്നെ കൊണ്ടുവരും ഓൾക്കൊരു മാരനെ. എന്നാ എന്റെ ചായക്കായി നാളത്തെ 2 ചായനും കൂടി ഉണ്ട്, അത് എടുത്തോട്ടോ. പിറ്റേ ദിവസം നാദിറയെ കാണാൻ പയ്യനും അവന്റെ ഉമ്മയും വന്നു. ഉമ്മാക്കും മോനും അവൾ ഒരുപാട് ഇഷ്ടമായി. ദിവസങ്ങൾക്ക് ശേഷം നാദിറും നാദിറയുമായുള്ള നിക്കാഹ് പള്ളിയിൽ വെച്ചായിരുന്നു. അവർക്ക് ഒരേ നിർബന്ധം, അന്ന് തന്നെ അവളെ കൂട്ടിക്കൊണ്ട് പോകണമെന്ന്. ഉസ്മാനിക്കാക്ക് എതിർപ്പൊന്നും ഇല്ലായിരുന്നു. ഒരു ദിവസം നേരത്തെ എൻ്റെ കുട്ടിയോട് നിന്ന് രക്ഷപ്പെടട്ടെ. ചെറിയൊരു ഓടിട്ട വീടായിരുന്നു നാദിറിൻ്റെ വീട്. അവിടെ അവൾക്ക് സ്വർഗമായിരുന്നു. വാത്സല്യനിധിയായ ഒരു ഉമ്മയെ കിട്ടിയ സന്തോഷം. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നവർ, ഏത് പ്രതിസന്ധിയിലും ചേർത്ത് പിടിക്കുന്ന ഒരു ഭർത്താവ്. എത്ര പെട്ടെന്നാണ് ഗതി മാറി മറിഞ്ഞത്. കെട്ടിയവന്റെ തനി രൂപം നേരിൽ കണ്ട നാദിയ മക്കളെയും കൊണ്ട് ഉമ്മ സുബൈദയുടെ അടുത്തെത്തി. ചെന്ന് കയറിയ കൊട്ടാരം ഭർത്താവിന് അവകാശപ്പെട്ടതല്ല, സ്വന്തമായി ഒരു തരി മണ്ണ് പോലും അവർക്കില്ലെന്ന സത്യം അവൾ തിരിച്ചറിഞ്ഞു. അവന്റെ ഉപ്പാന്റെ ജ്യേഷ്ഠന്റെ വീടാണത്. അവർ ഫാമിലി മൊത്തം ഗൾഫിലായതുകൊണ്ട് വാടകയ്ക്ക് താമസിച്ചിരുന്ന അവർക്ക് താൽക്കാലികമായി തലചായ്ക്കാൻ ഒരിടം. അതുമാത്രമായിരുന്നു ആ കൊട്ടാര സദൃശ്യമായ വീട്. സത്യമറിഞ്ഞ സുബൈദയുടെ പത്തിക്ക് അടികിട്ടിയ പോലെ നിലംപതിച്ച്. ഉസ്മാനെ, കടയാകെ ചോരുന്നുണ്ടല്ലോടാ.
മഴ വരുമ്പോഴേക്കൊന്ന് പൊളിച്ചു മെയ്യുന്നത് നല്ലതാ. രാമേട്ടൻ അത് പറയുമ്പോൾ ഉസ്മാനിക്കാന്റെ നെഞ്ചു പിടച്ചു. ജീവിച്ചു പോകാനുള്ള ആകെയുള്ള ഒരു വരുമാനമാണിത്. എങ്ങനെ മേയും? നാദിയെയും കുട്ടികളെയും നോക്കണം. മക്കൾക്കാണെങ്കിൽ എന്നും അസുഖം. ഓരോന്ന് ഓർത്തിരുന്നപ്പോഴാണ് നാദിരയുടെ ഫോൺ വന്ന്. എന്തേ പാനുകുട്ടിക്ക് സുഖല്ലേ? അതെ ഉപ്പ, സുഖാണ്. ഒരു സന്തോഷ വാർത്ത പറയാൻ വിളിച്ചാ. എന്തേ മോളെ? ഇന്നായിരുന്നു ഇക്കാന്റെ കേസിന്റെ വിധി. ആ ഹോട്ടലിന് വീട് ഇക്കാക്ക് തന്നെ കിട്ടി. ഇക്കാന്റെ ഉപ്പാന്റെ അല്ലേ അത് രണ്ടും. അതിന്റെ അവകാശം ഇക്ക തന്നെയല്ലേ ഉപ്പ. മോളുടെ സന്തോഷത്തോടെയുള്ള സംസാരം കേട്ടപ്പോൾ ഉപ്പാന്റെ മനസ്സ് നിറഞ്ഞു. നാദിറിന്റെ ഉപ്പ മരിച്ചപ്പോൾ അവനെയും അവന്റെ ഉമ്മാനെയും ഉപ്പാന്റെ വീട്ടുകാരെ അവിടെ നിന്ന് പുറത്താക്കിയതാണ്. നിങ്ങൾക്കിനി ഇവിടെ ഒരു അവകാശമില്ലെന്ന് പറഞ്ഞ് അവരെ തെരുവിലിറക്കി. വിട്ടുകൊടുക്കാൻ നാദിറും തയ്യാറായിരുന്നില്ല. കാരണം അതിലെ ഓരോ മണൽത്തരിയിലും അവന്റെ ഉപ്പാന്റെ വിയർപ്പും അധ്വാനവുമാണ്. മഴ പെയ്തു തുടങ്ങി. ചായക്കടയുടെ ഓരോ മൂലയും ചോരാൻ തുടങ്ങി. ഒരു പട്ടികയെടുത്ത് ഉസ്മാനിക്ക ഓടിയിളക്കി ചോർച്ച മാറ്റിക്കൊണ്ടിരുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ നാദിറും നാദിരയും ഉപ്പാന്റെ അടുത്തെത്തി. ഉപ്പാന്റെ ചായക്കട പൊളിച്ച് കുറച്ചുകൂടി വലുതാക്കാൻ അവർ തീരുമാനിച്ചു. ദിവസങ്ങൾ കൊണ്ട് അതിന്റെ പണി പൂർത്തിയാക്കി. നാദിറ ചായക്കടക്ക് പേരിട്ടു. നാദിരയുടെ ഉമ്മാന്റെ പേര് റഹ്മത്ത് ഹോട്ടൽ. നാദിറ സുബൈദയുടെ റൂമിലേക്ക് കയറി ചെന്നു. പ്രഷർ കൂടി ഒരു ഭാഗം തളർന്ന സുബൈദയുടെ ചാരെ അവളിരുന്നു. സുബൈദയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. കുറ്റബോധത്തിന്റെ സൂചിമുന കൊണ്ട് ശരീരമാകെ കുത്തിയിറക്കുന്ന പോലെ. ദാമു ഇജ്ജ് എങ്ങിട്ടാ തിരിഞ്ഞോക്കാതെ പോണ്? അത് പോയിട്ട് അല്പം ധൃതിണ്ടിക്കാ. ഇജ്ജിങ്ങോട്ട് വന്നാ ദാമു, ഇന്ന് റഹ്മത്തിന്റെ വക സ്പെഷ്യൽ ചായ ഉണ്ട്, ഇത് കുടിച്ചിട്ട് പോയിക്കോ. ദാമുവിന് സന്തോഷമായി. ചായ കുടിക്കാൻ കാശില്ലാത്തതുകൊണ്ട് കടയിലേക്ക് തിരിഞ്ഞോക്കാതെ പോയതാണ്. ഇജ്ജ് പോകുമ്പോ ഇതും കൂടി കൊണ്ടുപോയി കേട്ടോ, ഇത് കുറച്ച് ചായപ്പൊടിയും പഞ്ചാരയാണ്. ഉസ്മാനിക്ക പറയുമ്പോൾ ദാമുവിന്റെ ഉള്ള സന്തോഷം കൊണ്ട് നിറഞ്ഞു. കണ്ണിലൊരു നീർത്തിളക്കം പോലെ. ഒരാഴ്ചയായി പൊരയിൽ ചായ ഉണ്ടാക്കിയിട്ട് ഇവിടെ വരുമ്പോഴൊക്കെ ഉസ്മാനിക്ക ഇങ്ങനെയാണ്, എന്തെങ്കിലും കീസിലാക്കി തരും. ചായക്കടക്ക് പറ്റിയ പേര് തന്നെ റഹ്മത്ത്. എന്നും കൂടെ ഉണ്ടാവട്ടെ. ദാമുവിന്റെ ചുണ്ടുകൾ മന്ത്രിച്ചു. ഉസ്മാനിക്ക കണ്ണു നിറച്ചുകൊണ്ട് ചായക്കടയുടെ പേരെഴുതിയ ബോർഡിലേക്ക് നോക്കി നിന്നു. റഹ്മത്ത് ഹോട്ടൽ. അപ്പോഴാണ് നാദിർ അങ്ങോട്ട് ചെന്ന് ഉപ്പ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ റഹ്മത്ത് എന്ന ബർക്കത്തയച്ച്. അപ്പോഴും ജീവിച്ച് കൊതി തീരാതെ പോയ പ്രിയതമയോർത്ത് ഒരിറ്റു കണ്ണിനീർ ആ കവിളിലൂടെ ഒലിച്ചിറങ്ങി.